വിസിറ്റ് വിസയിൽ യുഎയിലേക്ക് യാത്ര ചെയ്ത പലരെയും പല കാരണങ്ങൾ കൊണ്ട് യുഎയിലെ വിമാനത്താവളങ്ങളിൽ തടഞ്ഞുവെച്ചു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ വിമാനത്താവളങ്ങളിലും പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. ഒട്ടേറെ പേരുടെ യാത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങിയിട്ടുണ്ടായിരുന്നത്. യുഎയിലെ ഹോട്ടൽ ബുക്കിംഗിന്റെ രേഖയും അതുപോലെ ചിലവിനായിട്ട് 2 മാസത്തെ വിസിറ്റ് വിസയാണെങ്കിൽ 5000 ദിർഹവും 1 മാസത്തെ വിസിറ്റ് വിസയാണെങ്കിൽ 3000 ദിർഹവും ഉണ്ടാകണമെന്ന വ്യവസ്ഥ വിമാന കമ്പനികൾ കർശനമായി പാലിച്ചതോടെയാണ് പലരുടെയും യാത്ര മുടങ്ങിയത്. വിസിറ്റ് വിസയും പാസ്പോർട്ടും ടിക്കറ്റും മാത്രമായി എയർപോർട്ടിലെത്തിയ 100 കണക്കിന് പേരുടെ യാത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ മുടങ്ങി. യുഎയിൽ അവരെ സ്വീകരിക്കാനുള്ള സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ റെസിഡൻസ് വിസയും മറ്റ് വിവരങ്ങളൊക്കെ നൽകിയിട്ടും യാത്രക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ യാത്ര മുടങ്ങിയവർക്ക് ടിക്കറ്റ് തുക മടക്കി നൽകാനോ ടിക്കറ്റിന്റെ തീയതി മാറ്റി നൽകാനോ ഒന്നും തയ്യാറായിട്ടോ ഇല്ല. ഏറെ കാത്തു നിന്ന ശേഷമാണ് പലരും വീട്ടിലേക്ക് മടങ്ങിയത്. കൊച്ചി, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ഇന്നലെ ഒട്ടേറെ പേർ യാത്ര ചെയ്യാനാകാതെ വീട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ യുഎയിൽ യാത്രക്കാരെ തടഞ്ഞു വെച്ചതുകൊണ്ടാണ് പരിശോധനകൾ കേരളത്തിലെ വിമാനത്താവളങ്ങളിലും കർശനമാക്കിയത്. മതിയായ യാത്രാ രേഖകളില്ലാത്തവർ യുഎയിൽ എത്തുന്നതിന്റെ ഉത്തരവാദിത്തം വിമാന കമ്പനികൾക്കാണെന്നും ഓരോ യാത്രക്കാർക്കും 5000 ദിർഹം വീതം പിഴ ചുമത്തുമെന്നുമാണ് മുന്നറിയിപ്പ്. ആദ്യമായിട്ടാണ് യുഎയിലേക്കുള്ള യാത്രയ്ക്ക് ഇത്രയധികം നിയന്ത്രണങ്ങൾ വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തുന്നത്.